നമസ്കാരം. കഴിഞ്ഞ ദിവസം സുജിത് ഭക്തൻ പോസ്റ്റ് ചെയ്ത വീഡിയോ നിങ്ങൾ കണ്ടായിരുന്നോ? ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷമാണ് തോന്നിയത്. അദ്ദേഹത്തെയും ഭാര്യയെയും നിരന്തരമായിട്ട് വേട്ടയാടിക്കൊണ്ടിരുന്ന ആ മാനസിക രോഗിയെ അവർ കണ്ടുപിടിച്ചു. പോലീസുകാരുടെയും ബാക്കിയുള്ള ആൾക്കാരുടെയും ഒക്കെ സഹായത്തോടു കൂടിയിട്ട് അവർ കണ്ടെത്തിയേക്കാണ്. അത് കണ്ടപ്പോൾ എനിക്ക് സമാധാനമാണ് തോന്നിയത്. കാരണം ഇതെല്ലാവർക്കും ഉള്ളൊരു പാഠമാണ്. ഇതേപോലെ ഒരുപാട് മാനസിക രോഗികൾ ഇന്ന് സൈബർ സ്പേസിലുണ്ട്. ഇങ്ങനെ വന്നിരുന്ന് ആൾക്കാരെ കുറ്റം പറയുകയും അവരെ ഇൻസെക്യൂർ ആക്കുകയും അവരുടെ കോൺഫിഡൻസ് കളയുകയും ഒക്കെ ചെയ്യും. ഒരു വ്യക്തിയുടെ കോൺഫിഡൻസ് കളയണമെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല മാർഗം ആ വ്യക്തിയെ ഇൻസെക്യൂർ ആക്കുക. ആ വ്യക്തിയുടെ ശരീരത്തെക്കുറിച്ചോ സൗന്ദര്യത്തെക്കുറിച്ചോ എന്തെങ്കിലുമൊക്കെ കമന്റുകൾ അടിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തി ഉടനെ തന്നെ ഇൻസെക്യൂർ ആകും. അങ്ങനെ അയാളുടെ കോൺഫിഡൻസ് പോകും. പ്രത്യേകിച്ച് സ്ത്രീകളെ ഇൻസെക്യൂർ ആക്കാനുള്ള ഏറ്റവും നല്ല മാർഗം ഇതാണ്. അങ്ങനെ സുജിത് ഭക്തന്റെ ഭാര്യയെ തന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയായിരുന്നു ഈ ഒരു പർട്ടിക്കുലർ മാനസിക രോഗി. ഏതായാലും അയാളെ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. നീ പ്രൊവോക്കായി നീ ഏതറ്റം വരെ പോകും എന്ന് ഞങ്ങൾക്കൊന്ന് കാണണം. നീ എന്തൊക്കെ ചെയ്യും ഞങ്ങൾക്കൊന്ന് കാണണം. നീ പ്രൊവോക്ഡ് ആവും. ഇത് ശരിക്കും ഇനി കം ടു ദ പോയിന്റ്. കഴിഞ്ഞ ദിവസം നമ്മൾ ആ സുജിത് ഭക്തൻ ചാനലിൽ വീഡിയോ ഇട്ടതിന് ശേഷം എനിക്ക് നമ്മുടെ നാട്ടിൽ ഈ എത്തിക്കൽ ഹാക്കേഴ്സും ബാക്കിയുള്ള ആൾക്കാരും ഇഷ്ടംപോലെ പിള്ളേരൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ കുറെ ആളുകൾ എന്നെ കോൺടാക്ട് ചെയ്തു. കുറെ ആളുകൾ കോൺടാക്ട് ചെയ്ത് ഇവന്റെ കുറെ ഡീറ്റെയിൽസ് പല ആൾക്കാരും പല രീതിയിൽ എടുത്തു തന്നു. ഇനി ഇതല്ലാതെ നമ്മുടെ സൈബർ ഡോമിലെ ആൾക്കാരും ബാക്കിയുള്ള ആൾക്കാരും ഇവനുമായിട്ട്, അതായത് എനിക്ക് ഡീറ്റെയിൽസ് എടുത്തു തന്ന ആൾക്കാർ തമ്മിൽ യാതൊരുവിധ ബന്ധവും ഇല്ല. ഇവരെല്ലാം എടുത്തു തന്ന ഡീറ്റെയിൽസ് ഒന്ന്. ഇന്നലെ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയപ്പം 2 മാസം മുമ്പ് ശ്വേത അവിടെ ഒരു കംപ്ലൈന്റ് കൊടുത്തിരുന്നു. ആ കംപ്ലൈന്റ് പ്രകാരം അന്വേഷണം നടത്തി അവരെടുത്ത് വെച്ച ഡീറ്റെയിൽസും. നിങ്ങൾ കേരള പോലീസുകാരെ എസ്പെഷ്യലി സൈബർ സെല്ലുകാരെ ഒരു സ്ത്രീ കൊടുത്ത പരാതിയെ വെറുതെ വിടത്തില്ല എന്ന് ഞാൻ ഇന്നലെ അറിഞ്ഞു. അത് മാത്രമല്ല, ഞാൻ പറയുന്നു, പോലീസുകാരെ ഉറപ്പായിട്ടും നിന്നെ പിടിച്ചിരിക്കും. നിന്നെ ഞങ്ങൾ ഇവിടെ കാക്കനാട് സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നിരിക്കും. പോലീസുകാരൊക്കെ ഉണ്ടാക്കാൻ പറ്റും. നീ കരുതിയോടാ? നീ വിചാരിക്കേണ്ട കേരള പോലീസ് വെറുതെയാണ്. കേരള പോലീസ് റോക്സ് എന്നേ ഞാൻ പറയത്തുള്ളൂ. ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയപ്പോൾ പോലീസുകാർ കണ്ടുപിടിച്ച് വെച്ച ഫൈൻഡിങ്ങും ഹാക്കേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ കണ്ടുപിടിച്ച് തന്ന ഫൈൻഡിങ്സും 5-6 പേര് കണ്ടുപിടിച്ച് തന്ന ഫൈൻഡിങ്സും IP അഡ്രസ്സും എല്ലാ സംഭവങ്ങളും ഒരാളുടെ അടുത്തേക്കാണ് എത്തുന്നത്. അങ്ങനെ ആ നാട്ടിൽ ആ ആള് അമേരിക്കയിലാണ്, ബോസ്റ്റണിലാണ്. ഇത്ര മാത്രം ഞാൻ പറയുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വഴിയേ പറയാം. ഈ ബോസ്റ്റണിൽ ഉള്ള ഇവന്റെ അടുത്തേക്ക് ഇവന്റെ കുറച്ച് ഹിസ്റ്ററിയും കൂടെ വേണം പറഞ്ഞു കൊടുക്കാം. ഇവൻ നാട്ടിൽ മണിപ്പാൽ യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചത്. അതിനു മുമ്പ് ഇവൻ ഇന്ത്യൻ സ്കൂൾ മസ്കറ്റിൽ പഠിച്ചിട്ടുണ്ട്. അത്ര പറയുന്നുള്ളൂ. പിന്നെ ഇവന്റെ മേഖല ഇവനാണ്ട് ഡേറ്റ മൈനിങ്, എത്തിക്കൽ ഹാക്കർ, അങ്ങനെ കുറെ പരിപാടികളൊക്കെയാണ് ഇവന്റെ സംഭവം. ഇവൻ ഭയങ്കര ഒരു ടെക്കിയാണ്, ഭയങ്കര എക്സ്പേർട്ടാണ്, എത്തിക്കൽ ഹാക്കർ ഒക്കെ ആണെന്നാണ് ഇവൻ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. നൈസ്. അങ്ങനെയാണ് ഇവൻ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷെ ഇവനൊരു ഭൂലോക മണ്ടനാണ്. നീ ഒരു മണ്ടനായതുകൊണ്ടല്ലടാ ഒരു സാധാരണക്കാരായ എനിക്ക്. ഇവർ രണ്ടുപേരും എത്ര കോൺഫിഡൻസോട് കൂടിയിട്ടാണ് വന്ന് സംസാരിക്കുന്നത്. പ്രത്യേകിച്ച് ശ്വേത. അവരെ യാതൊരു രീതിയിലും ഇത് ബാധിച്ചിട്ടില്ല. ഇങ്ങനെ വേണം സ്ത്രീകളായി കഴിഞ്ഞാൽ. പിന്നെ ഇതുപോലെയുള്ള മാനസിക രോഗികൾക്ക് ഇതൊരു പാഠമാകട്ടെ. ഇങ്ങനെ സൈബർ ലോകത്ത് ഒളിഞ്ഞിരുന്ന് എന്ത് തോന്നിവാസവും കാണിച്ചു കഴിഞ്ഞാൽ പിടിക്കപ്പെടില്ല എന്നുള്ള ചിന്താഗതി പല നികൃഷ്ട ജീവികൾക്കും ഉണ്ട്. ആ നികൃഷ്ട ജീവികൾക്ക് ഇതൊരു പാഠമാകട്ടെ. ഇതുപോലുള്ള തോന്നിവാസം നിങ്ങൾ ആരെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് പിടിക്കപ്പെടും. ഒന്ന് മെനക്കെട്ട് ഇറങ്ങണമെന്ന് മാത്രമേ ഉള്ളൂ. മെനക്കെട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ, തുനിഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങളെ പിടിക്കാൻ പറ്റും. പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എത്ര വലിയ കൊമ്പത്തിരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഡിഗ്നിറ്റി പോയി കഴിഞ്ഞാൽ, നിങ്ങളുടെ പ്രസ്റ്റീജ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാം നഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാക്കിക്കൊള്ളുക. ഇതിനകത്ത് തന്നെ ഈ ഒരു കേസിൽ ഉൾപ്പെട്ടേക്കുന്ന ആ വ്യക്തി അത്യാവശ്യം കൊമ്പത്തിരിക്കുന്ന പാർട്ടിയാണ്. നല്ല ബുദ്ധിയും വിവരവും ഒക്കെ ഉള്ളൊരു ജീനിയസ് ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ജീനിയസ് ആയതുകൊണ്ടാണല്ലോ പല ഇമെയിൽ ക്രിയേറ്റ് ചെയ്ത് ഇങ്ങനെ വർഷങ്ങളായിട്ട് ഈ ഒരു പരിപാടി കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ എനിക്ക് ഇവനോടൊക്കെ പറയാനുള്ളത്, നിന്റെയൊക്കെ ബുദ്ധിയും വിവരവും ഒക്കെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം. മറ്റുള്ളവരെ പോയി കളിയാക്കി, മറ്റുള്ളവരെ പോയി ഇൻസെക്യൂർ ആക്കിക്കൊണ്ട് നിനക്കൊന്നും ഒന്നും കിട്ടാൻ പോകുന്നില്ല. പിന്നെ പണ്ടത്തെ പോലെയല്ല. ഇപ്പൊ സ്ത്രീകൾക്ക് നേരെ ഇങ്ങനത്തെ കമന്റുകളൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നല്ല ശിക്ഷയാണ് കിട്ടാൻ പോകുന്നത്. പിടിച്ചു കഴിഞ്ഞാൽ നിന്റെയൊക്കെ ആപ്പീസ് കൂട്ടുന്ന രീതിയിലുള്ള ശിക്ഷ കിട്ടും. പിന്നെ സ്ത്രീകൾ അങ്ങനെ പെട്ടെന്നൊന്നും ഇൻസെക്യൂർ ആകുന്ന ഒരു കാലഘട്ടമൊന്നും അല്ല ഇപ്പൊ സ്ത്രീകൾക്ക് അത്യാവശ്യം നല്ല കോൺഫിഡൻസ് ഉണ്ട്. പ്രത്യേകിച്ച് അവരുടെ ഭർത്താക്കന്മാര് അവർ കോൺഫിഡന്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു സ്ത്രീയും ഇൻസെക്യൂർ ആവില്ല. അത് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ കൊള്ളാം. ബാക്കിയും കൂടെ നമുക്ക് കേൾക്കാം. ഈ സുജിത് ഭക്തൻ അയാളെ വിളിക്കുന്ന ഒരു ഫോൺ സംഭാഷണമുണ്ട്, അതാണ് കേൾക്കേണ്ടത്. വളരെ രസകരമായിട്ടുള്ള ഫോൺ സംഭാഷണമാണ്. എനിക്കൊരു ഇമെയിൽ വന്ന ആ മൊമെന്റ്, അതായത് ഇവൻ ഡെയിലി ഇമെയിൽ അയക്കുമല്ലോ, എനിക്ക് ഇമെയിൽ വന്ന ആ മൊമെന്റിലാണ് ഞാൻ ഇമെയിൽ അയക്കുന്നത്. അപ്പോൾ ഇവൻ ഷോക്കായി, ഇവൻ റെസ്പോണ്ട് ചെയ്തില്ല. ഞാൻ ഇവനെ വിളിച്ചു വാട്സപ്പിൽ. അപ്പോൾ ഇവൻ എടുത്തില്ല. ഞങ്ങൾ ഇവനെ വാട്സപ്പിൽ വിളിച്ച് കിട്ടാത്തതുകൊണ്ട് ഞാൻ ഇവനെ ഫോൺ വിളിച്ചു. അപ്പോൾ അവിടെ US ടൈം ഒരു 10 മണി എന്തോ ആണെന്ന് തോന്നുന്നു രാത്രിയിൽ. ഇവനെ ഫോൺ വിളിച്ചപ്പോൾ വോയിസ് മെയിലാണ് പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു സുജിത് ഭക്തനാണ്, ഇതിനോട് സംസാരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ആൾ വാട്സപ്പിൽ തിരിച്ച് വിളിച്ചു. എനിക്ക് എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞാൻ മെസ്സേജ് അയച്ചു. ഞാൻ പറഞ്ഞു, അപ്പോൾ അവൻ ചോദിക്കുന്നു വാട്ട് ഈസ് ദിസ് അബൌട്ട് എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇറ്റ്സ് അബൌട്ട് ആൻ ഓൺലൈൻ ഞാൻ പറഞ്ഞത്. ആ മൊമെന്റിൽ അവൻ എന്നോട് പറയാണ് 100% യു ഗോട്ട് എ റോങ് പേഴ്സൺ. അതായത് ഇത് ഞാനല്ലാന്ന്. അതായത് ഇറ്റ്സ് അബൌട്ട്, ഒരാളെ ഞാൻ മെസ്സേജ് അയച്ചിട്ട് എനിക്ക് സംസാരിക്കണം, ഇറ്റ്സ് അബൌട്ട് എന്ന് പറയുമ്പോഴത്തേക്കും അതെന്തായിരിക്കും എന്ന് അവൻ എങ്ങനെ ഗസ് ചെയ്യുന്നു?
അവൻ എങ്ങനെ പറയാൻ പറ്റും അത് ഞാനല്ല നീ ആണെന്ന് ഞാൻ പറഞ്ഞു? ഇല്ലല്ലോ. അപ്പൊ അവൻ എന്നെ അറിയാം 100%. അത് അവനാണ് ചെയ്തത്, അവൻ അറിയാം. ചെയ്ത് കിട്ടിയത് ആ IPL നിന്നാണ് നിങ്ങളുടെ ലിങ്ക്ഡിനും ബാക്കിയുള്ള നിങ്ങളുടെ എല്ലാ പ്രൊഫൈലും യൂസ് ചെയ്യുന്നത്, നിങ്ങളുടെ ഇമെയിൽ അടക്കം എല്ലാം യൂസ് ചെയ്യുന്നത്. The emails you sent me, they're not mine. Okay. I don't know what cyber team you have, but you need to get a better cyber team. Yeah, of course. ഞാൻ അതെന്തായാലും നിങ്ങളെ കോൺടാക്ട് ചെയ്തത് എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് വാണ്ട് ടു ഇൻഫോം യു ദിസ് ആൻഡ് നിങ്ങളെ പ്രൈമറി സസ്പെക്ട് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഇവിടെ കോർട്ടിൽ ലീഗലായിട്ട് നീങ്ങുകയാണ്. അതുകൊണ്ട് അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ കാരണം എനിക്ക് കിട്ടിയ ഡേറ്റാബേസ് അത് ഞാനെടുത്ത ഡേറ്റാബേസ് അല്ല, ഇവിടുത്തെ ലൈക്ക് അതെടുക്കാൻ അതോറിറ്റി ആയിട്ടുള്ള ആളുകൾ എടുത്ത ഡേറ്റാബേസ് ആണ്. സോ അത് ലൈക്ക് നിങ്ങളാണെന്നുണ്ടെങ്കിൽ നമുക്ക് സംസാരിച്ച് തീർക്കാം. നിങ്ങളല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളല്ലാന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ലീഗലി പോകാൻ വേണ്ടിയാണ്. I don't know who you are. Okay. I don't know who you are. I'm not sure what this is about. Okay. I just woke up in the morning and I had a voicemail from you saying that you want to talk. Like, yes. I don't know what this is about. Like, seriously. And ഞാൻ അവന്റെ ഫാദർ ആണോ? ഫാദറിന്റെ പേരെന്താ സാറേ? ഇയാൾക്ക് എന്തോ വേണ്ടെന്ന് ആദ്യം പറ. ഫാദർ ആണ് കേട്ടോ. ഫാദർ, വെരി ഗുഡ്. ഓക്കെ. അച്ഛനെന്നല്ല പറഞ്ഞു, ഞാൻ അവന്റെ അപ്പനാണ് പറഞ്ഞത്. അതെന്നെ മനസ്സിലായത് അപ്പനാണെന്ന്. നിനക്ക് എന്തോ വേണ്ടേ പറ. അത് ശരി. ഞാൻ ടോക്കിംഗ് ടു യുവർ സൺ പീസ്ഫുള്ളി ആൻഡ് അവൻ നല്ലോണം പേടിച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മളെ ഒരാൾ ഇതുപോലെ വിളിക്കുകയാണ്, ഇതുപോലെ സൈബർ ക്രൈമിൽ നിങ്ങളുടെ പേരുണ്ട് എന്ന് പറഞ്ഞ് വിളിക്കുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനകത്ത് ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല, ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നുകിൽ 2 ചീത്ത വിളിച്ചിട്ട് ആ ഫോൺ അങ്ങ് വെക്കും. ഞാനൊന്നും അല്ല, നിങ്ങൾ ആരെയാന്ന് വെച്ചാൽ പോയി അന്വേഷിക്കാൻ പറയും, അല്ലെന്നുണ്ടെങ്കിൽ പോയി പരാതി കൊടുക്കുക, ലീഗലി മൂവ് ചെയ്തോ. കാരണം നമ്മളിൽ കോൺഫിഡൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സംസാരിക്കത്തില്ല. നമ്മൾ ഒരു കാരണവശാലും 8 മിനിറ്റ് 9 മിനിറ്റ് ഒന്നും സംസാരിക്കത്തില്ല. അതാണ് യാഥാർത്ഥ്യം. അത് മാത്രമല്ല, സുജിത് ഭക്തൻ ഫസ്റ്റ് ഇയാൾക്കൊരു മെസ്സേജ് അയച്ചു. മെസ്സേജ് അയച്ചപ്പോൾ തന്നെ കാര്യം എന്തുവാന്ന് പോലും അറിയുന്നതിന് മുമ്പ് ഇയാൾ പറഞ്ഞു യു ഗോട്ട് ദ റോങ് പേഴ്സൺ. അയാൾ എന്ത് അർത്ഥത്തിലാണ് അത് പറഞ്ഞത്? ഇതാണ് എത്ര വലിയ ബുദ്ധിയുണ്ട്, എത്ര വലിയ വിവരമുണ്ട് എന്ന് പറഞ്ഞാലും പിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ അവരുടെ നില തെറ്റും എന്നുള്ളത് സത്യമാണ്. എത്ര വലിയ ബുദ്ധിമാന്റെയും നില തെറ്റും. അവൻ ഒട്ടും പ്രതീക്ഷിച്ച് കാണത്തില്ല ഇങ്ങനൊരു ട്വിസ്റ്റ്. അവൻ അമേരിക്കയിൽ ഇരുന്നു കൊണ്ട് ഇങ്ങനത്തെ പരിപാടികളൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ കേരള പോലീസ് അവനെ പിടിക്കത്തില്ലെന്ന് അവൻ വിചാരിച്ചു. നമുക്കാർക്കും അവന്റെ ഇൻഫർമേഷൻ കിട്ടത്തില്ലെന്ന് അവൻ വിചാരിച്ചു. എടാ മോനെ, നീയൊക്കെ മനസ്സിലാക്കേണ്ടത് നിന്നെക്കാട്ടി ബുദ്ധിമാന്മാരായിട്ടുള്ള ആൾക്കാര് കേരളത്തിലുണ്ട്, നമ്മുടെ നാട്ടിലുണ്ട്. ഒന്ന് മെനക്കെട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നിന്നെ പോലെ ഒളിഞ്ഞിരിക്കുന്നവന്മാരെ എല്ലാം കണ്ടെത്താൻ വേണ്ടിയിട്ട് സാധിക്കും. പിന്നെ നീ ഏത് വലിയ കൊമ്പത്തിരിക്കുന്ന പാർട്ടിയാണെന്നുണ്ടെങ്കിലും ഇവിടെ എത്തിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഒരു കേസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നീ അമേരിക്കയിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നാട്ടിലെത്തിക്കാനുള്ള സംവിധാനമൊക്കെ ഇപ്പം നമ്മുടെ രാജ്യത്തുണ്ട്, ഇപ്പം നമ്മുടെ നാട്ടിലുണ്ട്. അതിനുള്ള നിയമങ്ങളൊക്കെ ഇപ്പം നമുക്കുണ്ട്. ഇപ്പം നല്ല ശക്തമായിട്ടുള്ള നിയമങ്ങളാണ്. സൈബർ സ്പേസിൽ ഒളിഞ്ഞിരുന്നുകൊണ്ട് എന്ത് വൃത്തികേടും കാണിക്കാം എന്ന് വിചാരിക്കുന്നവന്മാരോട് എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ സൈബർ ലോസ് നല്ല സ്ട്രോങ് ആണ്, നല്ല ശക്തമാണ്. പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ നല്ല ശിക്ഷ തന്നെ കിട്ടും. വെറുതെ പിഴ അടച്ചുകൊണ്ട് മാത്രം രക്ഷപ്പെടാൻ പറ്റുമെന്ന് നിങ്ങളൊന്നും വിചാരിക്കേണ്ട. എസ്പെഷ്യലി ഒരു സ്ത്രീക്ക് നേരെ, അയാളുടെ ശരീരത്തിന് നേരെയൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പൂട്ടാൻ പറ്റും. പിന്നെ നീയൊന്നും ഈ ടെക് ജീനിയസ് ആണെന്ന് പറഞ്ഞിട്ട് ഇരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല. നിന്റെയൊക്കെ പ്രസ്റ്റീജും ഡിഗ്നിറ്റിയും ഒക്കെ ഇടിഞ്ഞ് വീണ് കഴിഞ്ഞാൽ നിന്റെയൊക്കെ പേരിൽ വൺസ് ഒരു കേസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ രജിസ്റ്റർ ചെയ്തതാണ്, പിന്നെ തീർന്നു, നിന്റെയൊക്കെ ഭാവി തീർന്നു. അതൊക്കെ മനസ്സിലാക്കിയ കൊള്ളാം. ഇതേപോലെ കുറേ നികൃഷ്ട ജന്മങ്ങളുണ്ട്, ജീനിയസ് അല്ലാത്തവരും ഉണ്ട്. ഇതുപോലെ കുറേ ഫേക്ക് ID ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് അനാവശ്യമായിട്ടുള്ള കമന്റുകളൊക്കെ ഇടുന്ന കുറേ ആൾക്കാരുണ്ട്. അവർക്കൊക്കെ ഇതൊരു പാഠമാവട്ടെ. 8 മിനിറ്റ് സംഭാഷണം, അതായത് ഒരു പരിചയമില്ലാത്ത ഒരാൾ, നിങ്ങൾക്ക് അറിയത്തും കൂടി ഇല്ലാത്ത ഒരാൾ നിങ്ങളെ വിളിച്ച് 8 മിനിറ്റ് സംസാരിക്കാനായിട്ട് നിങ്ങൾ സമ്മതിക്കൂ? എനിക്കറിയാം, എന്നെ ആരെങ്കിലും വിളിക്കുകയാണെങ്കിൽ ഞാൻ പറയും ഈ കണ്ടോ ലീഗലി, നിങ്ങൾ ലീഗലി പോയിക്കോ, ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല ഉറപ്പുണ്ടെങ്കിൽ തീർച്ചയായും ഞാൻ ലീഗലി പോക്കോ, നിങ്ങൾ എനിക്ക് സമയമില്ല തന്നെ പറയുള്ളൂ. എന്നിട്ട് അതിനുശേഷം കറക്റ്റ് 2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇവൻ എനിക്ക് മെയിൽ അയച്ചിരിക്കുകയാണ്, ഐ ആം വാർണിംഗ് യു ദാറ്റ് യു ഗോട്ട് ദ റോങ് ഗൈ. ഐ ഗോട്ട് ദ റോങ് ഗൈ നീ എങ്ങനെ മനസ്സിലാക്കണം മണ്ട? അല്ലേ, ഇവൻ എങ്ങനെ മനസ്സിലായി ഐ ഗോട്ട് ദ റോങ് ഗൈ? എന്നിട്ട് ഒരു നീണ്ട ഇമെയിൽ കട്ടുകെട്ടി ഇംഗ്ലീഷിൽ, കട്ടുകെട്ടി ഇംഗ്ലീഷിൽ, അത്രയും നാൾ ഇവൻ എനിക്ക് ഇതുപോലെ ഒരു മെയിൽ അയച്ചിട്ടില്ല. ഇവൻ വൃത്തികെട്ട ഭാഷയിൽ മംഗ്ലീഷിൽ ടൈപ്പ് ചെയ്തുകൊണ്ടിരുന്ന വ്യക്തി കട്ടുകെട്ടി ഇംഗ്ലീഷിൽ, പ്യുവർ ഇംഗ്ലീഷിൽ ഇംഗ്ലീഷുകാരനായി. അവൻ അത്രയ്ക്ക് പേടിച്ച് തൂറി ഇരുന്നിട്ടാണ് അവൻ എന്താ പറയാ ആ മെയിൽ എനിക്ക് ഡ്രാഫ്റ്റ് ചെയ്ത് അയച്ചത്. കഷ്ടം, ആ നാണം കെട്ടവൻ പേടിച്ചു പോയി. അത് അവന്റെ പ്രവൃത്തിയിൽ തന്നെ ഉണ്ട്. അവൻ തന്നെ അവന്റെ കുഴി സ്വയം തോണ്ടിക്കൊണ്ടിരിക്കുകയാണ് പിന്നെയും. ഇതുപോലെ നാണം കെട്ടവന്മാർക്കൊക്കെ ഇങ്ങനെ തന്നെ കിട്ടണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഈ കാണിച്ച പ്രവൃത്തി നല്ല ഒന്നാന്തര ഒരു മാതൃകയാണ്. എല്ലാവർക്കും മാതൃകയാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇവർ ചെയ്തത്. ഇങ്ങനെ തന്നെ ചെയ്യണം. നമുക്കെതിരെ ഇതുപോലെയുള്ള അനാവശ്യ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്കെതിരെ ഫൈറ്റ് ചെയ്യണം. അല്ലാതെ നമ്മൾ ഓടി ഒളിക്കുകയല്ല ചെയ്യേണ്ടത്. നമ്മൾ ഇൻസെക്യൂറായി നമ്മുടെ കോൺഫിഡൻസ് കളയുകയല്ല ചെയ്യേണ്ടത്. നമ്മൾ ഫൈറ്റ് ചെയ്യണം. ഫൈറ്റ് ചെയ്തെങ്കിൽ മാത്രമേ ഇവർക്കൊക്കെ എതിരെ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇവർക്ക് പിന്നെ അത്യാവശ്യം ഹോൾഡ് ഉള്ളത് കൊണ്ടാണ്. സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് ഫൈറ്റ് ചെയ്യുക. ഒരു കാരണവശാലും ഇതുപോലെയുള്ളവന്മാരുടെ മുമ്പിൽ നമ്മൾ തല കുനിക്കാൻ പാടില്ല.